മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിജയ് ബാബു ആണ്. സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് 19 സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഷാജി പാപ്പനും ജൂഡും ഇനി ഏത് രീതിയിലായിരിക്കും വരുന്നതെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 2 സിനിമകളും പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച സിനിമയാണ്. കോമഡി ആക്ഷൻ ടൈം ട്രാവൽ ചിത്രമായിട്ടാണ് ആട് 3 നമുക്ക് മുന്നിലെത്താൻ പോകുന്നത്. വിജയ് ബാബു തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ആട് 3 ജയസൂര്യയെ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിലൂടെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സസ്പെൻസ് ആണ്. എന്തായാലും സിനിമയുടെ ഒരു ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രൈഡേ ഫിലിംസ് ഹൗസ്. ആകാശത്തിനുമപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാ ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ആ കാരണവന്മാർ ഞങ്ങളോട് പറഞ്ഞു, എന്തോ അജ്ഞാതമായ ശക്തി ഇതിനടുത്ത്. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി വിജയ് ബാബു സച്ചിൻ ജൂഡ് ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. പോരാടാനുള്ള സമയം സമാഗതമാണ്. ഷാജി പാപ്പാൻ. എന്താ ഇതല്ലേ? എന്റെ ബാക്കിൽ ബാങ്കോക്കും മയാമിയുമാണ്. മിഥുൻ മാനുവൽ തോമസ്, വിജയ് ബാബു, അടിസക്കെ ആട് 3 മാർച്ച് 19 നൈസ് ആയിട്ടുണ്ട്. കോമഡി ടൈം ട്രാവൽ സിനിമയായിട്ടാണ് തിയേറ്ററിൽ എത്തുന്നത്. ഷാജി പാപ്പനും പിള്ളേരും പൊളിക്കോ എന്നുള്ളത് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നല്ല ക്വാളിറ്റി തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ആട് 1ഉം 2വിനെക്കാട്ടിലും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ ആയിരിക്കും. ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഷോട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഗംഭീരമായിട്ടുള്ള സംഭവമൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും സിനിമ കാണാനായിട്ടുള്ള വലിയൊരു ആകാംക്ഷ തന്നെയാണ്. ട്രെയിലർ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും അതിൻ്റെ ബീജിയവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ സോങ്ങും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും സംഭവം പൊളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തിയേറ്റർ തൂക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാലും ആട് 3 പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ ട്രെയിലർ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക. ആട് 3 തൂക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി സിനിമയുടെ വിശേഷങ്ങളോട്ട് വരാം. അപ്പം കാത്തിരിക്കാം.